നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ നടന്ന ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്ന് നമുക്ക് രണ്ട് പുതിയ ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ തന്നെ ഭാഗമായ മനീഷയും സമീറും. വെൽക്കം രണ്ടുപേർക്കും. അരങ്ങേറ്റമാണ് ചാമ്പ്യൻസ് ലീഗ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു മത്സരത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പോവാം. ഒരു LFC ഫാൻ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സംതൃപ്തി തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ. ഭയങ്കരമായിട്ട് അതിൻ്റെ സന്തോഷം കൊണ്ട് പിന്നീട് ഉറങ്ങാൻ തന്നെ പറ്റിയില്ല. പരമാവധി ചാറ്റുകളും ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കി ആ ഒരു മൂഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു 8 മത്സരങ്ങളിൽ 6ലും തോറ്റ്, പാലസിനോട്, ബ്രെൻഫോർഡിനോട്, യുണൈറ്റഡിനോട് എല്ലാവരോടും തോറ്റ് അട്ടപ്പടലം എന്നൊക്കെ നിൽക്കുന്നൊരവസ്ഥയിലാണ് ലിവർപൂൾ. അപ്പോൾ പൊതുവെ എല്ലാ നമ്മുടെ ട്രോൾ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നൊരു സാധനം ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ലാസ്റ്റ് മത്സരത്തിൽ വലൻസിയയെ 4-ന് പരാജയപ്പെടുത്തുന്നു. എൽ ക്ലാസിക്കോ വിജയിച്ച് നിൽക്കുന്നു. അതിന് മുമ്പ് UCL വരികയാണെങ്കിൽ യുവന്റസിനെ പരാജയപ്പെടുത്തി ഏറ്റവും ടോപ്പ് ഫോമിൽ നിൽക്കുന്ന റയലിനാണ്. പക്ഷെ റയലിനെ തീർത്ത് കളഞ്ഞു. ഒരു തരത്തിൽ പോലും ഒരു മേധാവിത്വം കൊടുക്കാത്തൊരു മത്സരം തന്നെയായിരുന്നു ലിവർപൂളിൻ്റെത്. എങ്ങനെയായിരുന്നു മനീഷ മത്സരം? എനിക്കും തന്നെ റയലിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെയാണ് ലിവർപൂളിനെ തോന്നിയത്. നമ്മൾ ഒരു പ്രതീക്ഷയും വെച്ചിരുന്നില്ല ലിവർപൂൾ ജയിക്കുമെന്ന്, ഒരു പ്രതീക്ഷയും വെച്ചിരുന്നില്ല. അത്രയ്ക്ക് പരാജയപ്പെട്ട് മോശം ഫോമിൽ വരുന്ന ലിവർപൂള്, എല്ലാം വിജയിച്ച് വരുന്ന ഫോമിൽ വരുന്ന എംബാപ്പെ, വിനീഷ്യസ്, ബെല്ലിംഗ്ഹാം എല്ലാവരും സെറ്റായിട്ട് വരുന്ന റയൽ, അവർ ഡോമിനേറ്റ് ചെയ്ത് വിജയിക്കുക എന്ന് വെച്ചാൽ സെറ്റ് കളിയായിരുന്നു ഇന്നലെ. സമീറ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 4-5 ഗോളുകൾക്ക് ലിവർപൂൾ ജയിക്കേണ്ടതായിരുന്നു. കാരണം കോർട്ടുവായോടൊരു കിടിലൻ സേവുകൾ ഇല്ലാതിരുന്നെങ്കിൽ ഒരു 4-5 ഗോളുകൾക്ക് തീർച്ചയായിട്ടും ലിവർപൂൾ ജയിക്കണം. ലിവർപൂളിനെതിരെ കളിക്കുമ്പോൾ ഒരു മാരക ഫോമിലായിരിക്കും. ഇപ്പോൾ 2022 UCL ഫൈനലിനകത്ത് അന്ന് 23 ഷോട്ടുകളാണ് ലിവർപൂൾ അടിച്ചത്. അതിൽ 9 ഓൺ ടാർഗറ്റ് ഉണ്ട്. റയൽ മാഡ്രിഡ് അടിച്ചതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ഷോട്ടുകൾ, അതിലൊരു ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ വിനീഷ്യസിന്റെ. അത് ഗോളായി. ഇന്നലെയും അതേ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. നമുക്ക് തോന്നും ആ ഒരു സംഭവം ആവർത്തിക്കുമോ എന്നൊക്കെ തോന്നുന്ന ഒരു സമയം. ലിവർപൂളിനെതിരാണെങ്കിൽ കോർട്ടുവയ്ക്ക് പണി കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഇന്നലെ തന്നെ 8 ഷോട്ടുകളാണ് ആള് സേവ് ചെയ്തിട്ടുള്ളത്. അതിലൊരു 4 ഇൻസൈഡ് ബോക്സ് ആയിരുന്നു. അത് ക്ലോസ്. ഇപ്പോ വാൻഡേക്കിന്റെ ഹെഡർ പോയിന്റ് ബ്ലാങ്കിലുള്ള സാധനമാണ്. ഒടുവില് മെക്കലിസ്റ്ററിന് മുമ്പിലാണ് ആള് കീഴടങ്ങുന്നത്. അതൊരു പോയിന്റ് ബ്ലാങ്ക് ഒന്നും ചെയ്യാനില്ല. സോബോസ്ലായിയുടെ ഷോട്ടുകള്, ഗാക്പോ, എക്കിറ്റിക്കെ എല്ലാവരും നന്നായിട്ട് പ്രകടനം. അതായത് ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് എന്നതിനേക്കാളേറെ ലിവർപൂൾ വേഴ്സസ് നല്ല ഒരു രീതിയിൽ തന്നെയായിരുന്നു ആ മാച്ച് പോരുന്നത്. കാരണം അവസാനം മൊത്തം ഏകപക്ഷീയമായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ നേരത്തെ മനുഷ്യ സൂചിപ്പിച്ച പോലെ തന്നെ ബെല്ലിംഗ്ഹാമിനെ നമ്മൾ കാണുന്നില്ല, എംബാപ്പയെ നമ്മൾ കാണുന്നില്ല, വിനീഷ്യസിനെ കാണുന്നില്ല. അത് വിനീഷ്യസും എംബാപ്പയും ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും എടുക്കാനില്ല. നമ്മൾ എടുത്തു പറയേണ്ടത്, അതായത് ലിവർപൂൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്നൊരു റൈറ്റ് വിങ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ ആർണോൾഡിന്റെ പകരം ആര് എന്നുള്ളത്, അലക്സാണ്ടർ ഒഴിച്ചിട്ടൊരു സ്പേസിലേക്ക് ആരും ഇല്ലാത്തൊരു പ്രശ്നം അത് ഇപ്പോൾ സീസണിലെ എല്ലാ മത്സരവും ലിവർപൂൾ അനുഭവിച്ചതാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് ബ്രാഡ്ലി വരുന്ന 22-കാരൻ അയർലൻഡ് എന്നുള്ളൊരു പയ്യൻ വരുന്നു, അതങ്ങ് റീപ്ലേസ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ മാച്ചിൽ എംബാപ്പയെ എങ്ങനെ പൊട്ടിയോ അതുപോലെ തന്നെ ഒരു പരിധിവരെ അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വിനീഷ്യസിനെ ഇത്തവണ പൂട്ടിയത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള സോബോയുടെ ഒരു വലിയ പങ്ക് ഇതിനകത്തുണ്ട്. കാരണം സോബോ കൂടി സഹായിച്ചുകൊണ്ട് ബാഡ്ലിക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും മനോഹരമായിട്ടാണ് വിനീഷ്യസിനെ പൂട്ടിയത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു കമൻറ്റ് കൂടി ഞാൻ പറഞ്ഞു പോകാം. ബ്രാഡ്ലി ഷോർട്സ് അലക്കാൻ നേരത്തെങ്കിലും പോക്കറ്റിൽ നിന്ന് എൽ ക്ലാസിക്കോയില് കരാരാസ് ഈ അടുത്ത് യമാലിനെ പൂട്ടിയ പോലെ, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ന്യൂനോ മെൻഡസ് യമാലിനെ പോക്കറ്റിലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞ വിനീഷ്യസിനെ ഇല്ലാത്ത രീതിയിൽ പൂട്ടിക്കളഞ്ഞു. അത്രമാത്രം ഗംഭീരമായിട്ടായത് ബ്രാഡ്ലി തന്നെയായിരുന്നു ലിവർപൂൾ നിലയിൽ ഏറ്റവും ടോപ്പ്. പിന്നെ ലിവർപൂൾ താളം വീണ്ടെടുക്കുമ്പോൾ ഉള്ളൊരു സമാധാനം, ആ ഒരു പേസ്, ആ ഒരു ഒഴുക്ക് ശരിക്കും നമ്മൾ ഈ കുത്തി ഒഴുകുന്ന ഒരു നദി പോലെ കണക്കാണ് ലിവർപൂള്. എല്ലാവരും ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കാം. ശരിക്കും ലിവർപൂൾ മാക്കാലിസ്റ്റർ ഫോമായ തന്നെ ലിവർപൂൾ മക്ക് ചിരിച്ചാൽ ലിവറും ചിരിച്ചു എന്നുള്ളൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ മാക്കാലിസ്റ്റർ ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത്രമാത്രം തിരിച്ചുവരവ് ഉറപ്പായിട്ടോ. പിന്നെ അതുപോലെ
സോബോയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സോബോ അതിഗംഭീരമായിട്ടുള്ള വർക്ക് റേറ്റ് കളിക്കുന്ന താരമാണ്. ഇപ്പം ഇന്നലെ തന്നെ 4 കിട്ടില്ല ഷോട്ടുകൾ, അന്ന് ബോക്സിന് ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ചെയ്തൊരു ഷോട്ട് കുർട്ടോ എങ്ങനെയൊക്കെ സേവ് ചെയ്തിരുന്നു, ഒറ്റ കൈയിലാണ് സേവ് ചെയ്തിരുന്നത്. അതുപോലെ ഫസ്റ്റ് വന്നൊരു ചാൻസ് എക്കിറ്റിക്ക് കൊടുത്തൊരു പാസ് കാല് തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സോബ ഗംഭീരമായിട്ട് മിന്നിച്ച് കളിക്കുന്നുണ്ട്. മെക്ക് മിന്നിക്കുന്നു, വിങ് ബാക്കുകൾ അതുപോലെ നമ്മുടെ വിങ് ബാക്കിനെ പറഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഡിഫൻഡേഴ്സിനെ പറഞ്ഞില്ല, വാൻഡേക്കും കോണാട്ടയും കൂടി എംബാപ്പയെ ഒരു തരത്തിൽ പോലും അനങ്ങാൻ വിടാതെ കളിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മണിച്ചിത്രത്താഴിട്ട് കൂട്ട്. മനസ്സിലായിട്ട് കൂടി. അവസാനം റോഡ്രിഗോയെ ഇറക്കി വിട്ടു, അതും ഫലം കണ്ടില്ല. അതെ അതെ, സബ്സ്റ്റിറ്റ്യൂഷൻസും കുറച്ച് ലേറ്റ് ആയി പോയെന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഒന്ന് തുടക്കം മുതൽ ലിവർപൂളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടിയൊക്കെ നേരത്തെ ആക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലും കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ഫീൽ തോന്നിയോ? ആർണോൾഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ കുറച്ച് നേരത്തെ ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ആക്കാമായിരുന്നു. ഊക്കലത്രയും വൈകിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. ആർണോൾഡിന്റെ കാലിൽ പന്ത് തട്ടുന്ന നിമിഷങ്ങളിൽ മൊത്തം ആൻഫീൽഡിൽ കൂവലുകളാണ്. അത് ഉറപ്പില്ല മനീഷ്, അത് സ്വാഭാവികമല്ലേ? കാരണം പക്ഷേ ഒരു ലിവർപൂൾ ഫാൻ എന്ന രീതിയിൽ ആരാധകർക്കും ടീമിന് ഒരുപാട് കിരീടങ്ങൾ നേടിയ ഒരാളാണ് ആർണോൾഡ്. പക്ഷേ അതായത് ഇമോഷൻസ് വേറെ, ഫുട്ബോൾ വേറെ. നമ്മുടെ 11 ആര് കളിക്കുന്നു അവർക്ക് കൈയടിക്കും, നമ്മുടെ എതിരെ ആര് കളിച്ചാലും അവർക്ക് കൂക്ക് കിട്ടും. ഒരു പരിധിവരെ സാബി അലോൺസോ പക്ഷേ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സാബി അലോൺസോ ലിവർപൂളിൻ്റെ എക്കാലത്തെയും ലെജൻഡറി താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ നമ്മുടെ 2005 ബാറ്റിൽ ഓഫ് ഇസ്താംബുൾ, മിറക്കിൾ ഓഫ് ഇസ്താംബുൾ എന്നൊക്കെ പറയുന്ന അന്ന് ഗോൾ അടിച്ചതാണ്. അന്ന് ഗോൾ അടിച്ചത്. രണ്ടാമത്തെ ഗോൾ, മൂന്നാമത്തെ ഗോൾ ഫസ്റ്റ് സ്റ്റീവൻ ജെറാർഡ്, പിന്നെ സ്മൈഷർ, പിന്നെ അലോൺസോ അടിച്ച മൂന്നാമത് ഹാട്രിക്. സമനില ഗോൾ വരുന്നത് 3-3 വരുന്നത് സാബി അലോൺസോയുടെ ഗോൾ. അപ്പോൾ സാബിക്കറിയാം ആൻഫീൽഡ് എന്താണ്, സാബിക്കറിയാം ലിവർപൂൾ എന്താണ്, സാബിക്കറിയാം മെർസിസൈഡ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ സാബിയെ വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ കോച്ച് എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം. അർണോൾഡിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അർണോൾഡ് കൃത്യമായി പറഞ്ഞാൽ 20 വർഷം, അതായത് യൂത്ത് കരിയർ മുതൽ അക്കാഡമി മുതൽ 20 വർഷത്തോളം ആ ക്ലബിൻ്റെ ഭാഗമായിരുന്ന താരമാണ്. പെട്ടെന്ന് അങ്ങ് അത് പ്രൊഫഷണൽ തീരുമാനമാണ്, അതിൽ നമ്മളൊന്നും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ടീമിൽ കളിക്കുക, ഇഷ്ടപ്പെട്ട ക്ലബ്ബ് കളിക്കുക എന്നുള്ളത്. മത്സരത്തിന് മുമ്പ് തന്നെ തെരുവുകളിലൊക്കെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ഒരു മ്യൂറലൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ ആൾക്കാർ അലങ്കോലമാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻസ് ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രമാത്രം കൊക്കി വിളികളോട് തന്നെയാണ് എതിരേറ്റതും. ട്രെൻഡിനും പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ലിവർപൂള് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ 4 തോൽവികൾ, പിന്നെ ആസ്റ്റൺ വില്ലയോടെ ജയിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഈ ഒരു തിരിച്ചുവരവ്, ഈ ഒരു വിജയം എത്രമാത്രം അവരെ ഹെൽപ്പ് ചെയ്യും ഇനി അങ്ങോട്ട്? ഭയങ്കര പോസിറ്റീവാണ്. ഒന്ന്, അതായത് ലിവർപൂളിൻ്റെ ഒരു ആധിപത്യം എല്ലാ മേഖലയിലും ഗംഭീരമായി കൈയടക്കി പോകുന്നൊരു ആധിപത്യം ലിവർപൂളിനുണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ എല്ലാ ലീഗ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ EFL കപ്പാണെങ്കിലും UCL ആണെങ്കിലും എല്ലാത്തിലും ഭയങ്കര മോശം പ്രകടനമാണ് നടത്തിയത്. കരബാ കപ്പില് ക്രിസ്റ്റ്യൻ പാലസിനോട് തോറ്റ് പുറത്തായി, ബ്രെൻഫോർഡിനോട് തോൽക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ യുണൈറ്റഡ് അതിനൊരു ഹൈ ക്ലാസ് മാച്ചാണെന്ന് കരുതാം. പക്ഷെ താരതമ്യേന ചെറിയ ടീമുകളെന്ന് പറയപ്പെടുന്നവരോട് പോലും ഭയങ്കര മോശം സ്കോറിനൊക്കെ തോൽക്കുക എന്ന് പറയുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചുള്ള ഭയങ്കര മോശമായിരുന്നു. പറയുമ്പോൾ വമ്പൻ സൈനികളെ പറയുമ്പോൾ ഇസാക്ക്, ഫ്ലോറിയൻ വിഡ്സ് ഏറ്റവും കൂടുതൽ സൈനികൾ നടത്തിയ ഒരു സീസൺ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു മോശം ഫോമിലേക്ക് നിന്ന ടീമിലായിരുന്നു. പിന്നീട് ആസ്റ്റൺ വില്ലക്കെതിരെയാണ് ആ റിതം കണ്ടെത്തുന്നത്. 2-0 ജയിക്കുന്നു. സ്ഥല ഗോൾ അടിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാന അതായത് അതെ അർണോൾഡിന്റെ കാര്യം പറയുമ്പോൾ അർണോൾഡിന്റെ അഭാവത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് കാരണം അർണോൾഡ് ഇട്ട് കൊടുക്കുന്ന ബോൾ അത്തരം ബോളുകളായിരിക്കും സലയ്ക്ക് ഫിനിഷ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ആ ഫ്രസ്ട്രേഷൻ മൊത്തം സല ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. സെൽഫിഷ് ആയിട്ട് ഫീൽ ചെയ്തു. ആൾക്ക് ഗോൾ അടിക്കാഞ്ഞിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അവസാനം സല അടിച്ചത്, പിന്നെ റീബൗണ്ട് വന്ന് അത് ഇങ്ങോട്ട് പാസ് ഇട്ടാൽ ഫ്രീ ആയിരുന്നു. ഗോൾ കണ്ടെത്താനുള്ള കുറെ മത്സരങ്ങളായിട്ട് ഗോൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഹൈ ക്ലാസ് മാച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോ ലിവർപൂൾ ആ ഫോമിലേക്ക്, അതായത് ആസ്റ്റൺ വില്ലക്കെതിരെ തന്നെ ആ ഫോമിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ റയലിനെതിരെ വരുമ്പോൾ ആ ആസ്റ്റൺ വില്ലക്കെതിരെ കളിച്ച മാച്ചിൽ നിന്ന് ഒരേ ഒരു മാറ്റം മാത്രമാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലോറിയൻ വിഡ്സ് വരുന്നു. വിഡ്സ് ആ ഗംഭീരമായിട്ട് തന്നെ, അതായത് പൊതുവേ അത്ര കണ്ട് അഗ്രസീവ് ആവാത്ത വിഡ്സ് എന്ത് ഗംഭീര ഈ സീസണല്ല കേട്ടോ കാര്യം പറയുന്നത്, എന്ത് ഗംഭീരമായിട്ടാണ്, അതായത് ഡിഫൻസിനെ പോയി സഹായിക്കുന്നുണ്ട്, മിഡിൽ ഓടി ഇതാകുന്നുണ്ട്, മുന്നേറ്റത്തിലേക്ക് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വിഡ്സ്
കംപ്ലീറ്റ് ത്രൂ ഒരു ഭയങ്കര നമ്മൾ ഈ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡബിൾ എഞ്ചിൻ വെച്ചിട്ടാണ് വിഡ്സ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ലിവർപൂൾ, അതായത് ലിവർപൂൾ ഈ ഫോമിലേക്ക് എത്തി എന്നുള്ളത് ഭയങ്കര, അത് പ്രത്യേകിച്ച് മെക്കിൻ്റെ ഫോമിലേക്ക് എത്തിയ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇതാണ്. ഇനിയിപ്പോൾ വരാനുള്ളത് സിറ്റിക്കെതിരായ മാച്ചുകളൊക്കെയാണ് ഇനി വരാനുള്ളത്. അതിൽ തീർച്ചയായിട്ടും ലിവർപൂളിനും സ്ലോട്ടിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന വിജയം ഇപ്പോൾ തന്നെയാണ്. അപ്പുറത്ത് റയലിനൊരു അപ്രതീക്ഷിത തിരിച്ചടി, അഥവാ 4 കഴിഞ്ഞ സീസണിൽ 4 എൽ ക്ലാസിക്കോ തോൽവികൾക്ക് ശേഷം ഇപ്രാവശ്യം ബാഴ്സയോട് അവർ മറുപടി പറയുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ വലൻസിയോട് എതിരില്ലാത്ത 4 ഗോളിന് ജയിക്കുന്നു, പിന്നീട് ലിവർപൂളിനോട് തോൽക്കുന്നു. ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായോ? പറയാൻ ബെസ്റ്റ് ആള് റയലിന്റെ കടുത്ത ഫാനായ മനീഷയായിരിക്കും. തിരിച്ചടിയാണ്, അവരുടെ അപ്രമാദിത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പക്ഷേ പൊസിഷനിലും പാസിംഗ് അക്യുറസിയിലും റയലാണ് മുന്നിൽ നിൽക്കുന്നത് ലിവർപൂളിനേക്കാളും. അത് സാബി പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കണം. ഈക്വൽ മാച്ച് ആണെന്നാണ് സാബിയ സ്റ്റാറ്റ് മാത്രമേ നോക്കി. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഈക്വൽ മാച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. സാബിയ ജസ്റ്റ് ആ സ്റ്റാറ്റ് അല്ല ഒരിക്കലും മത്സരത്തിന് ഇതാക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ഷോട്ടുകളൊക്കെ നോക്കിയാൽ മതി, പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും പിടിച്ച് കളിക്കാം. പക്ഷേ അതിലല്ല കാര്യം. സാബി ഇത് മാത്രം സ്ലോട്ട് ബ്രാഡ്ലിക്ക് ഒരു പ്രത്യേക അഭിനന്ദനമൊക്കെ കൊടുത്തിട്ടുണ്ട് മത്സരത്തിന് ശേഷം. ബ്രാഡ്ലി ഗംഭീരമായിട്ട് കഴിഞ്ഞ ഈ മാച്ചിലെ മൈ ഫേവറേറ്റ് പ്ലെയർ ബ്രാഡ്ലി തന്നെയാണ്. ഇത് ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് ഫോളൊന്നും അത് 1-on-1 സിറ്റുവേഷൻ വരെ വന്നിട്ട് പക്കായിട്ട് ഇത് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വിനീഷ്യസിനെ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കിൽ ജേഴ്സിയിൽ ചെറിയൊരു പിടുത്തം കൊടുത്ത് ഫോളെല്ലാം തോന്നാത്ത രീതിയിൽ അങ്ങ് ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് അങ്ങ് വലിച്ചിരുന്നു. കാണിക്കുന്ന പോലുള്ള ഒരു ടൈപ്പ് സാധനമായിരുന്നു. അത് ഗംഭീര സാധനമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് റയൽ വേഴ്സസ് ലിവർ നമ്മൾ ഏറെക്കുറെയൊക്കെ ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. ഒരു ലിവർപൂൾ ഫാൻസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഇനി ഇന്നലത്തെ നടന്ന ഒരു ടോപ്പ് ഹൈ ക്ലാസ് മാച്ചായിരുന്നു ബായൺ മ്യൂണിക്ക് വേഴ്സസ് PSG. നല്ല ഗംഭീര മാച്ചായിരുന്നു. അതിൽ ബാഗ്ഡേ പ്രിൻസസിൽ PSG പരാജയപ്പെടുകയാണ് 2-1 ബയണിനോട്. എങ്ങനെയായിരുന്നു മനുഷ്യ മാച്ച്? അതായിരുന്നു കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് തോന്നുന്നു. 10 പേരായി ചുരുങ്ങിയതിന് ശേഷം സെക്കൻഡ് ഹാഫ് മൊത്തം 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പിന്നെ PSG വിജയം കൈവിടാതെ നിർത്തിയേക്കുന്നായിരുന്നു. അതിൽ ഡയസിന്റെ കാര്യമാണ് പറയേണ്ടത്. വില്ലനും നായകനും ഒരുപോലെ തുടക്കത്തിൽ തന്നെ 4 മിനിറ്റ് തന്നെ ഡയസ് ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് ഹാഫിന്റെ ഉള്ളിൽ 2 ഗോൾ അടിക്കുന്നു. രണ്ടാമത്തെ ഗോള് ഭയങ്കര ഡയസ് കാണിക്കുന്ന ഒരു പ്രഷറുണ്ട്, ഇന്റൻസ് കാണിക്കാറുണ്ട്. ആ ഇന്റൻസിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ മാർക്കിഞ്ഞോസിന്റെ കാലിൽ നിന്നൊക്കെ ബോൾ, അത് മാർക്കിഞ്ഞോസിന്റെ ഒരു സ്കൂൾ ലെവൽ എറർ സാധനമാണ് അവിടെ വന്നിട്ടുള്ളത്. മാർക്കിഞ്ഞോസിന്റെ കാലിൽ നിന്ന് ബോൾ റാഞ്ചി എടുത്ത് പോയിട്ട് അടിച്ച് കയറ്റുകയാണ്. അത്രമാത്രം ഭയങ്കര ഇന്റൻസിലാണ് ഡയസ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് വാങ്ങി പോവുകയും ചെയ്തു. ഹക്കീമിനെ ഫൗൾ ചെയ്തു. പക്ഷേ ഭയങ്കര പുറകെ, അതായത് ഹക്കീമി ഡയസിന്റെ കാലിൽ നിന്നൊരു ബോള് എടുക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ പിന്തുടർന്ന് വന്ന് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ആണ്. അത് ഇച്ചിരി കടുത്ത ടാക്കിളാണ്. അത് അവരുടെ പരിശീലകൻ വിൻസെന്റ് കമ്പനി തന്നെ പോസ്റ്റ് മാച്ചിൽ പറയുന്നുണ്ട്, അത്തരം ഫൗളുകൾ സംഭവിക്കാൻ പാടില്ല കളത്തിൽ, അദ്ദേഹം പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്നൊക്കെ വിൻസെന്റ് കമ്പനി തന്നെ പറയുന്നുണ്ട്. സമീറ, മാച്ച് എങ്ങനെയാണ്? മാച്ച് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ 2 പ്രധാന ലീഗുകളിലെ ബുണ്ടസ് ലീഗിൽ ബയണാണ് ഒന്നാമത് നിലവിൽ, ഫ്രഞ്ച് ലീഗിൽ PSG ആണ്. ഇവർ തമ്മിലുള്ളൊരു ഹൈ ക്ലാസ് മാച്ചായിരുന്നു. ബയണ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 16 മത്സരങ്ങൾ തോൽവി അറിയാതെ വന്നതാണ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അവർ തോറ്റിട്ടില്ല, ജയിച്ചു സമനില പോലും ഇല്ല. 33 ബുണ്ടസ് ലീഗിൽ അവർ ഇതുവരെ 33 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ആകെ വാങ്ങിയത് 14 ഗോളുകളാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അത് 14 ഗോളുകൾ അടിച്ചപ്പോൾ 3 ഗോളുകളാണ് വാങ്ങിയത്. അപ്പോൾ അത്രയും ശക്തരായിട്ടുള്ള ടീം, കഴിഞ്ഞ സീസണിലെ എല്ലാം നേടിയൊരു ടീമാണ് PSG. അപ്പോൾ ആ ഒരു മത്സരം ഭയങ്കര ആവേശകരമായിട്ട് തന്നെയാണ് കണ്ടത്. ബയണാണ് എല്ലാം കൊണ്ടും മികച്ചു നിന്നത്. റൈറ്റ്. അതിൽ ഒരാളെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വിൻസെന്റ് കമ്പനി എന്ന് പറയുന്ന സിറ്റിയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം പ്രീമിയർ ലീഗ് തന്നെ ബേൺലിയുടെ പരിശീലകനായിരുന്നു. പിന്നെ ബേൺലി തരം താഴ്ത്തിയ ഒരു ടീമിൻ്റെ പരിശീലകനെ ബയൺ മ്യൂണിക്ക് പോലെ ഒരു ടോപ്പ് ടയർ ടീം, ടോപ്പ് ക്ലാസ് ടീം സൈൻ ചെയ്യുമ്പോൾ അന്ന് എല്ലാവരും ഭയങ്കരമായി നെറ്റി തുളിച്ചു. ഭയങ്കര വിമർശനങ്ങളായിരുന്നു മാനേജ്മെൻറ്റിന് വന്നുകൊണ്ടിരുന്നത്. അലൻസറിലേക്ക് എന്തിനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്? തരം താഴ്ത്തപ്പെട്ടൊരു ടീമിൻ്റെ, പ്രത്യേകിച്ച് കമ്പനിക്ക് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ നമ്മൾ കാണാം. ഒരു ഗംഭീരമായ മാനേജറിയൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്തൊരു താരമാണ് കമ്പനി. പക്ഷേ കമ്പനി വരുന്നു. പിന്നെ ഇപ്പോൾ നേരത്തെ ആ സ്റ്റാറ്റസ് സമീർ തന്നെ പറഞ്ഞു, തുടർച്ചയായ വിജയങ്ങളോടുകൂടി ഗംഭീരമായിട്ട് പോകുന്നു. ലൂയിസ് എൻറിക്കയുടെ PSG
പൂട്ടുന്നു. അത്തരത്തിലുള്ള ഗംഭീരമായ മത്സരമാണ് ബയൺ നടത്തുന്നത്. മാർക്കിന്യസ്, ഹക്കീമി, മുന്നോട്ട് നോക്കുകയാണെങ്കിൽ മെൻഡിസ്, ഫാബിയൻ റൂയിസ്, ഇത് നമ്മൾ ഒരു കുറേ കാലങ്ങളായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അവരെ പൂട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 10 പേരായിട്ട് സെക്കൻഡ് ഹാഫ് മൊത്തം 10 പേരായിട്ട്. അതെ അതെ, നല്ല ഗംഭീരമായ ഒരു മാനേജർ ലെവലിലേക്ക് തന്നെയാണ് കമ്പനി പോകുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പം തന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് ഡംബലയുടെ പരിക്കാണ്. ഇപ്പം നമുക്ക് ഡംബല നന്നായിട്ട് കളിക്കണം എന്നൊരു ആഗ്രഹിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ബാലൻഡിയോറൊക്കെ അടിച്ച് മികച്ച ഫോമിലുള്ള പരിക്കിൻ്റെ പേരിൽ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പ്ലെയറാണ് ഡംബലെ. ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്ലെയറാണ്. പിന്നീട് അദ്ദേഹം ബാഴ്സയിൽ നിന്ന് മടങ്ങുന്നു, ഇവിടെ PSG ഗംഭീരമായിട്ട് കളിക്കുന്നു. വിശ്വാസം എൻട്രിക്ക് അർപ്പിച്ച വിശ്വാസം 100% തിരിച്ചു കൊടുക്കുന്നു. അതിന് ഫലം തന്നെയായിരുന്നു ആ ബാലൻഡിയോറൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു വിഷമമുള്ള കാര്യം തന്നെയാണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ബാലൻഡിയോർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ തർക്കങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലായിരുന്നു. സ്ഥാനില്ല. അത്രമാത്രം അർഹിച്ചിരുന്നു അത് തൂക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട 2 മത്സരങ്ങളുടെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഒരുപാട് നല്ല മത്സരങ്ങൾ നമുക്ക് സിറ്റിയുടെ match ഉണ്ട്, ബാഴ്സയുടെ match ഉണ്ട്. ബാഴ്സയുടെ മാച്ച് ഉണ്ട്. ഒക്കെ വലിയ ഇയർലി പ്രതീക്ഷയോടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഴിഞ്ഞ മത്സരത്തിൽ പ്രത്യേകിച്ച് ലിവർപൂൾ റയൽ മാഡ്രിഡ് മത്സരത്തിൻ്റെയൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ? ആ പ്രതീക്ഷകളൊക്കെ താക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയാണോ ടീമുകൾ നടത്തിയത്? ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുമ്പോൾ ആരുടെ പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടത്? ഒപ്പം തന്നെ നമ്മുടെ വിലയിരുത്തലുള്ള യോജിപ്പും വിയോജിപ്പും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ രേഖപ്പെടുത്തണം. ഒപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ ഏതായിരിക്കും എന്നുള്ള ഒരു ഫാൻസുകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാം. പ്രാക്ടീസ് അവസാനിക്കുകയാണ്. നമസ്കാരം.